ഞാൻ ഡോക്ടർ സുരേഷ് MK, പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കുലശേഖരം, കന്യാകുമാരി. ഏപ്രിൽ 25 ഇന്ന് ലോക മലേറിയ ദിനം. ലോകാരോഗ്യ സംഘടനയുടെ 2007 നിർദ്ദേശപ്രകാരം ഏപ്രിൽ 25 ലോക മലേറിയ ദിനമായി ലോകമെമ്പാടും ആചരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ലോക മലേറിയ ദിനത്തിലെ തീം മലേറിയ എൻഡ്സ് വിത്ത് അസ്, റീഇൻവെസ്റ്റ്, റീഇമാജിൻ ആൻഡ് റീഇഗ്നൈറ്റ് എന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർ ചെയ്യുന്ന മലേറിയയ്ക്ക് എതിരായിട്ടുള്ള ചികിത്സയും പ്രതിരോധ നടപടികളും ഒന്നുകൂടി ഉത്തേജിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ തീം. നമുക്കറിയാം, ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് 93% മലേറിയ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ സ്ഥിതിയും മോശമല്ല. അനോഫിലിസ് എന്ന പെൺകൊതുകാണ് ഈ രോഗം പരത്തുന്നത്. ശക്തമായ പനി, തലവേദന, വിറയൽ, കുളിര്, ഇതാണ് രോഗലക്ഷണം. മലേറിയ കൂടിക്കഴിഞ്ഞാൽ അത് വൃക്കയെ ബാധിക്കുന്ന ബ്ലാക്ക് വാട്ടർ ഫീവർ, തലച്ചോറിനെ ബാധിക്കുന്ന സെർബൽ മലേറിയ, പ്ലീഹ വലുതാകുക, വിളർച്ച, മഞ്ഞപ്പിത്തം എന്നിവയുണ്ടാകാം. ഇവ മൂലം മരണം വരെ സംഭവിക്കാം. നമ്മുടെ രാജ്യത്ത് ഈ മലേറിയ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ മരുന്നുകളും ലഭ്യമാണ്. അവയ്ക്ക് വളരെ പാർശ്വഫലങ്ങൾ കുറവായ മരുന്നുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ മലേറിയ ബാധിച്ച സ്ഥലത്ത് നിങ്ങൾ പോകുകയാണെങ്കിൽ പ്രതിരോധ മരുന്നും ലഭ്യമാണ്. മലേറിയ പരത്തുന്ന കൊതുകുകളെ തുരത്താനായിട്ട് കൊതുകുവല, പ്രൊപ്പലൻസ് എന്നിവ ഉപയോഗിച്ച് ഈ മലേറിയ പ്രതിരോധ നടപടികൾ ചെയ്യാവുന്നതാണ്. ഇന്നേ ദിവസം മലേറിയയെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും പ്രതിരോധം ശക്തിപ്പെടുത്താനും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. താങ്ക് യു.